ഒരു പ്രത്യേക ടേസ്റ്റിലോട്ടാകും. കുറച്ച് സമയം ഒന്നും കൂടെ ഒന്ന് കിടന്ന് വേകട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, എനിക്ക് ഈ കറിവേപ്പിലയുടെ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്കൊന്ന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ, നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 കിലോ അളവിലാണ് ബീഫ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മളൊരു 6 വിസിൽ വരുന്നത് വരെയാണ് ബീഫ് സാധാരണ വേവിച്ചെടുക്കാറുള്ളത്. പിന്നെ നിങ്ങൾ എടുക്കുന്ന ബീഫിൻ്റെ ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനൊന്ന് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് വേവിക്കാൻ വെക്കുന്നത്, വളരെ കുറച്ച് മാത്രം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനെ അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സവാള, ഞാനിപ്പോൾ 2 വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാള നമ്മൾ തീരെ തിന്നായിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലൊരു 10-18 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് സമയത്ത് വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം വഴറ്റിയെടുക്കാം. അപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാവേ. അപ്പം നമ്മൾ മറ്റേ ഉള്ളി വഴറ്റിയില്ലേ, അതേ പാൻ്റെ അകത്ത് തന്നെ ബാക്കി എണ്ണ കുറച്ച് അതിൻ്റെ അകത്തുണ്ട്. പിന്നെ കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ ഒരു അളവിൽ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടി ഐറ്റംസാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിതിൻ്റെ അകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡറും 3 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ മസാലയൊക്കെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബീഫിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ പോകും. അതായത് കറക്റ്റ് ബീഫിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് അറിയത്തില്ല, ഈ മസാലയുടെയൊക്കെ ഓവർ ഇതാവും. അപ്പോൾ ഇതൊരു കറക്റ്റ് അളവാണ്. ഇതിപ്പോൾ നമ്മൾ നേരത്തെ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും നമ്മുടെ ചെറിയ ഉള്ളിയും തക്കാളിയും കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഇപ്പോൾ അത് തണുത്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് അരച്ചെടുത്തിട്ടുള്ള മിക്സാണ് കേട്ടോ. അതാണ് നമ്മുടെ ഈ പൊടിയിലകത്തേക്ക് ഇപ്പം നമ്മൾ ഈ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ അതിനെ ഒരു 3 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇതൊക്കെ ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട്, ഈ മസാല എല്ലാം അതിലൊന്നായി കിട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒരു 3 മിനിറ്റ് മാത്രം മതി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ബീഫ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി കറി നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം കേട്ടോ. ഈ ബീഫും അരപ്പും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ തിളച്ച് കുറുകണം. അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാവേ. അപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറിക്ക് ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ഇനി അത് ഒന്നും കൂടെ കിടന്ന് തിളക്കട്ടെ. ഇത് നമ്മുടെ ഹോട്ടലുകളിലൊക്കെ ചെയ്യുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ എല്ലാം നല്ലപോലെ തിളച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു സവാളയുടെ പീസും അതുപോലെ തന്നെ പച്ചമുളക് 2 കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കും. ഇനി അതൊരു വളരെ കുറച്ച് സമയം മാത്രം ഇതിൻ്റെ അകത്തിട്ടൊന്ന് വേവിച്ചെടുക്കും.
അന്നേരം കറിയുടെ ഒരു പ്രത്യേക ടേസ്റ്റിലോട്ടാകും. കുറച്ച് സമയം ഒന്നും കൂടെ കിടന്ന് വേകട്ടെ. ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില, എനിക്ക് ഈ കറിവേപ്പിലയുടെ ഒരു ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് നമുക്കൊന്ന് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നല്ല അടിപൊളി ടേസ്റ്റാണ്, ഒന്നും പറയാനില്ല. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം കേട്ടോ. ഇനി ഒരു 5 മിനിറ്റ് കൂടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ എന്ന് പറയുന്ന ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.